കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെയുള്ള പ്രതിഷേധം പുകയുകയാണ്. അറസ്റ്റ് ചെയ്യാൻ തക്ക തെളിവുകൾ ഉണ്ടായിട്ടും ജാമ്യമില്ലാത്ത കുറ്റമായിട്ടും എന്തുകൊണ്ടാണ് ബിഷപ്പിനെ തൊടാൻ നമ്മുടെ സർക്കാരും പോലീസും മടിക്കുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. കോൺഗ്രസ് MLA M. വിൻസെന്റിനെയും നടൻ ദിലീപിനെയും അറസ്റ്റ് ചെയ്യാൻ കാണിച്ച ചങ്കൂറ്റം എന്തുകൊണ്ടാണ് ബിഷപ്പിന്റെ കാര്യത്തിൽ കാണിക്കാത്തത്? ഇത് തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനുമാണ് സഹായിക്കുന്നത് എന്ന ആശങ്കയാണ് എല്ലാവരിലും. IPC 376 പ്രകാരം കേസെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ഒരാളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാൻ പോലീസിന് അധികാരമുണ്ട്. ജാമ്യം പോലും ലഭിക്കാത്ത കുറ്റമാണ്. മാത്രമല്ല, ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ ഫാദർ എയർടെൽ വഴി സാക്ഷിയെ സ്വാധീനിക്കാൻ ശ്രമം നടത്തിയതിന്റെ തെളിവുകൾ വരെ പുറത്തു വന്നിരുന്നു. എന്നിട്ടും പോലീസ് നോക്കുകുത്തികളാവുകയാണ്. ഒരു പ്രതിയെ 24 മണിക്കൂർ പോലീസിന് ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. 167 പ്രകാരം കസ്റ്റഡിയിലെടുക്കാനും അധികാരമുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് പോലീസ് ആ നടപടിയിലേക്ക് കടക്കുന്നില്ല? അതേസമയം പോലീസ് അന്വേഷണം തൃപ്തികരമായ രീതിയിലാണ് നടക്കുന്നതെന്ന് കോട്ടയം SP ഹരിശങ്കർ പറയുന്നു. പോലീസിന്റെ അന്വേഷണം വളരെ തൃപ്തികരമാണെന്ന് ഹൈക്കോടതി വിലയിരുത്തിയിരുന്നു. സത്യത്തിലേക്ക് എത്തുന്നതിനുള്ള തെളിവുകൾ ശേഖരണമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കുരുവിലങ്ങാട്ടെ പാരിസ് പാസ്റ്ററിനോടാണ് ആദ്യം സംഭവം വെളിപ്പെടുത്തിയത്. പിന്നീട് അദ്ദേഹമാണ് പാലാ പിതാവിനോട് പറയാൻ പറഞ്ഞത്. പാലാ പിതാവിനോട് കാര്യങ്ങൾ വെളിപ്പെടുത്തി. അദ്ദേഹം കർദിനാളിനോട് പറയാൻ നിർദ്ദേശിച്ചു. ആ റെഫറൻസോട് കൂടിയാണ് കർദിനാളിനെ കത്തയച്ചത്. മറുപടി ഇല്ലാത്തതിനാൽ പിന്നീട് നേരിട്ട് പോയി കണ്ട് സംസാരിച്ചു. പലവട്ടം മഠത്തിൽ വന്ന് എന്നെ നിർബന്ധിച്ച് ഉപയോഗിക്കുകയായിരുന്നു. പിന്നീട് പോപ്പിന്റെ 3 ഡിപ്പാർട്ട്മെന്റിലേക്ക് കത്തയച്ചു. എന്നിട്ടും പ്രതികരണമുണ്ടായില്ല. പിന്നീടാണ് സിസ്റ്ററിനും കുടുംബത്തിനുമെതിരെ പരാതി ബിഷപ്പ് കൊടുക്കുന്നത്. നിയമം എല്ലാവർക്കും ഒരുപോലെയാവണം. സിസ്റ്ററുടെ പരാതി കൃത്യമായി അന്വേഷണം നടത്തി കുറ്റക്കാരനാണെങ്കിൽ നടപടിയെടുക്കണം. ലോകത്തിലെ തന്നെ മുഴുവൻ ക്രൈസ്തവ സഭയ്ക്ക് ആകമാനം അപമാനമുണ്ടാക്കിയ സംഭവമാണ് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെയുണ്ടായ ലൈംഗിക ആരോപണം. ബിഷപ്പിനെതിരെ കന്യാസ്ത്രീ ലൈംഗിക ആരോപണം ഉന്നയിച്ച് 2 മാസം പിന്നിട്ടിട്ടും പഞ്ചാബിലെ ജലന്ധറിൽ ബിഷപ്പ് സസുഖം വാഴുകയാണ്. പരാതി കിട്ടി തെളിവുകൾ ഉണ്ടായിട്ടും ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യാനോ ജയിലിൽ അടയ്ക്കാനോ തയ്യാറാവുന്നില്ല. വിദേശങ്ങളിൽ നിന്നുപോലും കുറ്റവാളികളെ കേരളത്തിലെത്തിക്കാറുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഒരു ബിഷപ്പിനെ ജലന്ധറിൽ നിന്നും കേരളത്തിലെത്തിക്കാൻ സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയത്തിൽ നിസ്സംഗ മനോഭാവം പുലർത്തുന്നത്? എന്തുകൊണ്ടാണ് പലരും മൗനം പാലിക്കുന്നത്? ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.